അമേരിക്കയിലും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഉണ്ടായ വലിയൊരു മാറ്റമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട്. അത് ബ്രിട്ടനിലും കയറി അടിച്ചു. കാരണം UK റിഫോംസ് പാർട്ടി അവരുടെ വളർച്ചയും അതിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഈ അടുത്ത സമയത്താണ് കീർ സ്റ്റാർമർ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ആ പാർട്ടിയുടെയും ഈ കീർ സ്റ്റാർമറിൻ്റെ പോപ്പുലാരിറ്റി ഏറ്റവും കുറഞ്ഞ രീതിയിലായി. പുതിയ കണക്കുകൾ പുറത്തു വരുന്നു. എന്താണ് കീർ സ്റ്റാർമർ, ലേബർ പാർട്ടി അധികാരത്തിൽ കയറിയ ശേഷം 19,000-ൽ പരം ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്നവരും അസൈലം സീക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തവരെ പുറത്താക്കി. എനിക്കറിയത്തില്ല എത്ര കേരളത്തിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിഭയങ്കരമായ രീതിയിലാണ് പുറത്താക്കിയേക്കുന്നത്. ഇനി ബ്രിട്ടീഷ് ലേബർ പാർട്ടി MP-മാർ അവരുടെ ഗ്രൂപ്പുകളിലും അവർ വിജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, അതായത് അവിടെയുള്ള ബ്രിട്ടീഷുകാർ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, വരാൻ പോകുന്ന 2025 6 ലക്ഷത്തിലധികം ഇല്ലീഗൽ ഇമിഗ്രൻസും അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ക്രൈം കേസുകളിൽപ്പെട്ട ടർക്കിയിൽ നിന്നും പാകിസ്ഥാനിലുള്ളവരെ പുറത്താക്കും. അതായത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്ന ബ്രിട്ടനിലാണ് അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രംപുമായിട്ട് സംസാരിച്ചു. അതിനെപ്പറ്റിയും ഈ ലേബർ പാർട്ടി MP-മാർ പറയുന്നുണ്ട്. കാരണം ഗ്ലോബലായിട്ട് ഇത്രയും പേരെ ആൾക്കാരെ മാറ്റുമ്പോൾ, പല ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ മറ്റ് സംഭവങ്ങൾ വരുമ്പോൾ ട്രംപ് പ്രത്യേക ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, ഇവരെ മാറ്റുമ്പോൾ പാകിസ്ഥാനുമായിട്ടും ടർക്കിയുമായിട്ടും മുൻനിരയിൽ നിന്ന് സംസാരിക്കാൻ ട്രംപ് തയ്യാറാണ്. ഈ രാജ്യങ്ങൾ ഇവരെ ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. ആ രാജ്യത്തെ സിറ്റിസൺസാണ്. ഇവരെ പുറത്താക്കണമെന്ന് ട്രംപ് താക്കീത് കൊടുത്തേക്കുക. ഇനി മറ്റൊരു സംഭവം ഇതിനേക്കാളൊക്കെ സീരിയസ് ഇഷ്യൂ ആണ്. അവിടെ സിറ്റിസൺഷിപ്പായിട്ട് ഉള്ള മുസ്ലിങ്ങളായിട്ടുള്ളവർ അവരുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യുന്ന ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ. കാര്യങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് പോകുന്നത്. അതായത് വീണ്ടും അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട്സ്, ഇതൊന്നും പത്രങ്ങളിലല്ല, ഈ വാട്സപ്പുകളിൽ ബ്രിട്ടീഷ് ലേബർ MP-മാർ, അത് ഇപ്പോഴും ഭരിക്കുന്ന MP-മാർ അവരുടെ പല ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചയിലാണ് പറയുന്നത്, MP-മാർ പറയുന്നത് വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2027 ഈ ബില്ലോട് കൂടി അവിടുത്തെ സിറ്റിസൺഷിപ്പുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അവരെയും പുറത്താക്കും. അത് പറയുന്ന ഏകദേശം 5 മുതൽ 6 ലക്ഷം പുറത്താക്കും. അതേപോലെ ബ്രിട്ടൻ്റെ പല ഭാഗത്തും UK-യിലും അവിടെ NHS-ലാണ് മറ്റ് അധികാരത്തിലിരിക്കുന്ന പല കോൺട്രാക്ട്സ് ഈ മുസ്ലിം ഗ്രൂപ്പുകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. പല രീതി, കാരണം അവിടുത്തെ മേയറൊക്കെ സാദിഖാൻ സംഭവമൊക്കെയാണ്. അവരെയും പെട്ടെന്ന് തന്നെ ആ കോൺട്രാക്റ്റിൽ നിന്നും മാറ്റുന്നതായിരിക്കും. അതായത് എല്ലാ രീതിയിലും തളർത്താൻ മറ്റൊരു ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കും അവിടെ സ്ഥലം മേടിച്ച് ആ സ്ഥലം അവർ അക്വയർ ചെയ്യുവാണെങ്കിൽ അവരെ ഡബിൾ മോണിറ്റർ ചെയ്യണം. അവരേതെങ്കിലും ആക്ടിവിറ്റീസിലോ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്തവരാണോ, അവിടുന്ന് ഹവാലയായിട്ട് പണം കൊണ്ടുപോകുന്നവരാണോ, അവരുടെ എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്ത് അവരെയും നാട് കടത്തണം. അതായത് വരാൻ പോകുന്ന 3-4 വർഷത്തിനുള്ളിൽ ഏകദേശം 15 മുതൽ 20 ലക്ഷം മുസ്ലിങ്ങളെ ബ്രിട്ടൻ നാട് കടത്താൻ പോവുകയാണ്. ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മാസ് ഡിപ്പോർട്ടേഷൻ. അതിന് സാമ്പത്തിക സഹായം അമേരിക്ക ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നും പേഴ്സണലായിട്ട് സഹായം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ എന്താ സംഭവം? ഇത്ര സീരിയസ് ആയതിൻ്റെ സംഭവം, ഈ UK റിഫോംസ് പാർട്ടി എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷത, അത് ടോമി റോബിൻസ് എന്നൊക്കെ പറയുന്നത്, അവർ വന്നു കഴിഞ്ഞാൽ മാസ് മർഡർ തന്നെ ഉണ്ടാകും മുസ്ലിങ്ങൾക്ക്. അതാണ് പേടി. അപ്പോൾ ഇവരെ കടത്തുക. അപ്പോൾ റുവാൻഡയുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കി, കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചിട്ട സമയത്ത് റുവാൻഡയിലോട്ട് പലരെയും മാറ്റാൻ ശ്രമിച്ച വലിയ ഡിസ്കഷനൊക്കെ ആയിരുന്നു. പക്ഷേ അവർ ആ തീരുമാനത്തിന് പിന്മാറുകയുണ്ടായി. കാരണം ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ മറ്റുള്ള സംഭവം അത് മുഴുവനും മാറ്റിവെച്ചു. അതിന് ഏറ്റവും കൂടുതൽ എതിർത്തുകാരാണ് ലേബർ പാർട്ടി. അതായത് കൃത്യമായിട്ട് പറയാൻ, ലോകത്തുണ്ടാകുന്ന ഈ റൈറ്റ് വിങ്ങിൻ്റെ സംഭവം, അതേപോലെ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നം, കാരണം മത തീവ്രവാദം,
അവർക്ക് ശരിയ ലോ, ഇസ്ലാമിക് ലോ സംഭവങ്ങളൊക്കെ വരുന്നെന്നൊക്കെയുള്ള ധാരണ. ഞാൻ നേരത്തെ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? പല ക്രിസ്ത്യൻ ഡോമിനേറ്റ് ചെയ്ത രാജ്യങ്ങൾ, ഈ ചില പൊട്ടന്മാരുടെയൊക്കെ ധാരണ അവർ വെറും പൊട്ടന്മാരാണ്. അവർ എത്രയോ വർഷം മുമ്പ് ഈ രാജ്യങ്ങളെ ഡെവലപ്ഡ് രാജ്യമാക്കിയതാണ്. അവർക്കാരെ പുറത്ത് കളയണ സമയം ഒരു ദൂരെ കളയും. ഇത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്പ് മുഴുവനും മാറുന്നത്. ട്രംപ് നിൽക്കുവാണ് ലോകത്ത്. ട്രംപാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക എന്ന രാജ്യം പുറകിലുമാണ്, പുറത്താക്കുക. ഒരിക്കലും ഇവരെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. അവരവരുടെ രാജ്യത്തോട്ട് പോയിക്കോട്ടെ. അതിന് പണം എത്രയാണ് ചിലവ്? കാരണം ഓരോ ആൾക്കാരെ അയക്കുമ്പോൾ അവർക്ക് ഇത്ര പണം കൊടുക്കാൻ പോലും അമേരിക്കയിലുള്ള കോർപ്പറേറ്റുകാർ എല്ലാം തയ്യാറാണ്. എന്താണ് ട്രംപും ഈ മറ്റുള്ളവർ ഓഫർ ചെയ്തിരിക്കുന്ന ബ്രിട്ടന്? ഈ ആൾക്കാരെ പുറത്താക്കുകയാണെങ്കിൽ അവിടെ റീഇൻവെസ്റ്റ് ചെയ്യാനും ആ രാജ്യത്തിൻ്റെ എക്കോണമി മാറ്റാനും അമേരിക്ക തയ്യാറാണ്. പിന്നെ ആ രാജ്യം ചെയ്യാതിരിക്കും. കാരണം ബ്രിട്ടൻ്റെ എക്കോണമി വല്ലാത്ത ക്രൈസിസിലാണ്. ഇതെല്ലാം മണി മാറ്റർ ചെയ്യും. കാരണം ആർക്കും ബ്രിട്ടനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇതേപോലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ആ രാജ്യത്ത് വരുന്നു, ഭയങ്കരമായിട്ട് വളരുന്നു. ആർക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനമില്ലാതായി, സ്ട്രീറ്റിൽ കൂടെ പോകാൻ പറ്റാത്ത സ്ഥിതിയായി, എല്ലായിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതിനെ മാറ്റുവാൻ വേണ്ടി അമേരിക്ക ഇവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഇനിയും മറ്റുള്ള പല യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ മുഴുവനും ഫാർ റൈറ്റ് വിങ് കയറി വരിക. അവർ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ഞാൻ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ അധികവും മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ കയറ്റത്തില്ല. അവർ പറയുന്ന അവരുടെ എത്നിസിറ്റി, അവരുടെ സംഭവം, ഇതിനകത്ത് ഇവർ കയറി വന്നാൽ കുളവാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവരെ കയറ്റില്ല. പക്ഷെ മറ്റുള്ള വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നോക്കുക, ഇവരെ മുഴുവനും പുറത്താക്കുക. കാരണം രാജ്യത്തിൻ്റെ സമാധാനമില്ലാതായി. പല വീഡിയോയിലും ഞാൻ പല മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടി എനിക്കറിയാവുന്നവർക്ക് വേണ്ടി പറയാറുണ്ട്, ഇത് നിങ്ങളുടെ അന്ധകരാവുകയാണ് ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത്. നിങ്ങളെ ലോകത്താർക്കും വേണ്ടാതാകും. എന്തൊക്കെ ലോയാണ് ബ്രിട്ടനിൽ കൊണ്ടുവരുന്നത് ആലോചിച്ചു. ഓരോ ദിവസം ഓരോ ലോ കൊണ്ടുവരുമോ? എന്താ അത്രമാത്രം പ്രഷറായി. ഈ സ്റ്റാമർക്ക് പോലും വെറുതെ ഇരിക്കാൻ പറ്റുക. കാരണം അയാളുടെ പാർട്ടി MP പോലും അയാളുടെ തോളെ കയറി ഇരിക്കുക. കാരണം പുറത്താക്കിയേ മതിയാവത്തുള്ളൂ. കൺസർവേറ്റീവ് പാർട്ടിയേക്കാളും ഹാർഡ് കോറായിട്ട് ലേബർ പാർട്ടി ഇങ്ങനെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും മനസ്സിലായി ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ പാടാണ്. ഇതാണ് ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പം ഗ്ലോബലായിട്ടുള്ള ഈ ചേഞ്ച് ബ്രിട്ടനിൽ ഇങ്ങനെ കയറി അടിക്കുമെന്ന് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കാരണം ബ്രിട്ടൻ ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, അതാണ് ഇതാണ്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഓരോ ദിവസത്തെ നടപടികൾ നോക്കുക. ഈ ടെലഗ്രാഫ് എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ഓരോ ദിവസമായിട്ടത്തെ കോളം എഴുതുന്നുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഈ സമാധാന മതക്കാരെ പുറത്താക്കിയില്ല എങ്കിൽ, അത് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ വാക്ക് ഞാൻ ഏറ്റെടുക്കുക, ഉപയോഗിക്കുകയാണ്. പുറത്താക്കിയില്ല എങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം അത് നശിച്ച് ഏറ്റവും മോശമായപ്പെട്ട രാജ്യമായി മാറും. JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ബ്രിട്ടൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടുന്ന ആദ്യത്തെ ഇസ്ലാമിക രാജ്യം ബ്രിട്ടനായിരിക്കും. ഇതാണ് കയറി കത്തിയത്. അതാണ് സായിപ്പന്മാരെ ഇപ്പം ഉദ്ദേശിച്ചത്. ഇനിയും വെറുതെ ഇരിക്കാൻ പാടില്ല. അവരുടെ ആക്ഷൻ, അതാണ് ഈ പ്രകടനം മുഴുവനും നടക്കുന്നത്. എത്രയും വേഗം ടോമി റോബിൻസൺ പുറത്തു വന്നില്ല, കീസ് ടവർ തെറിച്ചു പോകും. കാരണം പോപ്പുലാരിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലേബർ പാർട്ടിയുടെ പോപ്പുലാരിറ്റിയാണ് ഏറ്റവും മോശമായിട്ട് പോയത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ. അപ്പോൾ ഫർദർ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ തിങ്ക് ചെയ്യേണ്ട വിഷയമാണ്. അതായത് വീണ്ടും ആവർത്തിക്കുന്നു, ഈ പോക്ക് പോവുകയാണെങ്കിൽ, അതായത് ലോകത്തെ ഏറ്റവും വലിയ നടക്കുന്ന മാസ് ഡീപ്പോർട്ടേഷനോടുപരി ലോകത്തിൽ ഏറ്റവും എവിടെയും കയറ്റാത്ത ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഈ സമാധാനമതക്കാർ മാറും. അതിനുള്ള ചേഞ്ച് റിഫോംസും വന്നില്ല എങ്കിൽ നിങ്ങളെ വീടിന് പുറത്തു പോലും ആൾക്കാർ കയറ്റാൻ സ്ഥിതിയിലോട്ടാകും. ഇത്രയും മാസ് ഡീപ്പോർട്ടേഷൻ നടക്കുന്നത് പാകിസ്ഥാനിലോട്ടും ടർക്കിയിലോട്ടും മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലോട്ടും. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയെ
UAE ഒരൊറ്റ വാക്ക് മിണ്ടാത്ത, നിങ്ങൾ ശ്രദ്ധിച്ചു എന്താ മിണ്ടാത്തതെന്ന്? കാരണം അവർക്കറിയാം ഈ പറയുന്ന മത തീവ്രവാദികൾ ലോകത്തെ ഏറ്റവും വലിയ ശല്യക്കാർ. അതുകൊണ്ട് അവർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു പോക്ക് മുമ്പോട്ട് പോകുവാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇവർക്ക് ലോകത്തെവിടെ നിൽക്കാൻ പറ്റില്ല. ആ രീതിയിലോട്ടാണ് ഇതിൻ്റെ ഓരോ ദിവസം ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും കിടന്ന് ഹമാസിനൊക്കെ മുദ്രാവാക്യം വിളിച്ച് മത തീവ്രവാദികൾക്ക് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കണം ഇതെങ്ങോട്ട് പോയി നിൽക്കും. ഈ ചില കാര്യങ്ങളൊക്കെ സായിപ്പ് വളരെ സ്ട്രിക്റ്റ്. പിന്നെ സായിപ്പ് രംഗം അറിയാം ഇത് അവനെ കയറി പിടിക്കാൻ പോവുകയാണെങ്കിൽ അവൻ്റെ സ്വഭാവം വല്ലാത്ത രീതിയാണ്. അതവൻ ബ്രിട്ടനിൽ ഇപ്പോൾ കാണിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളെ കാണിച്ചു. ഇതാണ് പഠിക്കേണ്ട ഒരു പാഠം. വെറുതെ ഇരുന്ന സാധനം എടുത്ത് ഈ തീവ്രവാദം തലയിൽ വെച്ചാൽ ലോകത്തില്ലാതാകാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസികളോ ആയിരിക്കും. നിങ്ങളെ ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഞാൻ പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാകണം. റിഫോംസും സ്ട്രക്ചറും ഇല്ലെങ്കിൽ ഈ മതത്തെ വിശ്വസിക്കുന്നവർക്കും അതിൻ്റെ തീവ്രവാദത്തെ വിശ്വസിക്കുന്നവർക്കും ലോകത്തെവിടെയും ക്ലച്ചസ് കിട്ടത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു പോകും.